പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തിലൂടെ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ നമ്മളിൽ എത്ര ആളുകളുടെ പാപങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടത്, എത്ര ആളുകളുടെ പാപങ്ങളാണ് അല്ലാഹു തആല മാപ്പ് നൽകിയത് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഓരോ റമദാൻ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്, ഓരോ തറാവീഹുകൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മളെല്ലാവരും മുന്നോട്ട് പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബ പാരമ്പര്യമുള്ള വളരെ ഹബീബുമായിട്ട് ഹബീബിന്റെ ജീവിതവുമായി ബന്ധമുള്ള, ഹബീബിന്റെ ജീവിതം മെച്ചപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന മഹദിയാണ് ബഹുമാനപ്പെട്ട മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇന്നു മുതൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഴുവനും നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് റമദാനിന്റെ പകുതിയിലാണല്ലോ, ഒരു പകുതി മുതലാണ് നമ്മളെല്ലാവരും ആരംഭിക്കാൻ പോകുന്നത്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വഅഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലനി ഫീമാ അതൈത വഖിനാ ശർറ മാ ഖളൈത. അല്ലേ, നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റമദാന്റെ പകുതി മുതൽ നമ്മൾ ആരംഭിക്കുമല്ലോ. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വഅഫിനാ ഫീമൻ ആഫൈത വതവല്ലനാ ഫീമൻ തവല്ലൈത വബാരിക് ലനാ ഫീമാ അഅതൈത وقنا شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من എല്ലാവരും പരിശുദ്ധമായ ഖുനൂത്ത് ആരംഭിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയാന്തരങ്ങളിൽ കടന്നു വരുന്ന ഒരു മഹദി നമുക്കൊക്കെ മാതൃകയാണ്. ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ, മിസ്രിന്റെ ഏറ്റവും നല്ല സന്തോഷത്തിലൂടെ കടന്നു വന്നതാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അറിയാത്തവരാരുമില്ലല്ലോ. നൈൽ നദി ഓളഞ്ഞോടി പാഞ്ഞ് കളിക്കുന്ന നഫീസത്തു ബീവിയോടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ ഞാൻ പൊന്ന് വിളയുന്ന മിസ്റെന്ന നാട്ടിലുള്ള വീട്ടിലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. നഫീസത്തുൽ മിസ്രിയ ഈജിപ്തിലേക്ക് വരുമ്പോ ഈജിപ്തിന്റെ ഭരണാധികാരി നഫീസ ബീവിയോട് പറഞ്ഞു, നഫീസ നിങ്ങൾക്ക് എന്ത് വേണോ തരാം. നഫീസ നിങ്ങൾ നമ്മുടെ സന്തോഷത്തിലൂടെ കടന്നു വന്നോ, എന്ത് വേണോ നിങ്ങൾക്ക് തരാം. കൊട്ടാരം വേണോ തരാം, ഈ ദുനിയാവിന്റെ സുഖലോലുപത വേണോ തരാം. നിങ്ങൾ ചോദിക്കുന്നത് മുഴുവനും ഞങ്ങൾ തരാം നഫീസ എന്ന് നഫീസ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വേണ്ട, എനിക്ക് കൊട്ടാരം വേണ്ട, മണിമാളിക വേണ്ട, സുഖ സൗകര്യം വേണ്ട. എനിക്ക് വേണ്ടുന്നത് എന്തെന്നറിയുമോ? എനിക്ക് 6 അടി മണ്ണിന്റെ വീടാണ്, ഖബർ കുഴിക്കാനുള്ള കുറച്ച് സ്ഥലമാണ് എനിക്ക് വേണ്ടുന്നത്. വേറൊന്നും എനിക്ക് വേണ്ട, വേറൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടുന്നത് എന്തെന്നറിയുമോ? 6 അടി മണ്ണാകുന്ന ഖബർ, 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബർ കുടിക്കാനുള്ള സ്ഥലം മാത്രമാണ്. അതുമാത്രമേ എനിക്ക് വേണ്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഖബർ കുടിക്കാനുള്ള സ്ഥലം ഒന്ന് തരുമോ എന്ന് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ രാജാവിനോട് ചോദിക്കുമ്പോ രാജാവ് ഖബർ കുടിക്കാനുള്ള സ്ഥലം കൊടുക്കുകയാണ്.
കൊടുക്കുകയാണ്. അങ്ങനെ ഖബർ കുഴിക്കാനുള്ള സ്ഥലം കൊടുത്തു. അങ്ങനെ ഖബർ കുഴിച്ചു. ആ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നിട്ട് എത്രയോ തവണ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഖത്തമുകൾ ഇങ്ങനെ ഓതി പൂർത്തിയാക്കുകയാണ് നഫീസത്തുൽ മിസ്രിയ. എന്റെ പെങ്ങളെ, എന്ത് കണ്ടാലും നമുക്ക് വേണമല്ലോ, എന്ത് കിട്ടിയാലും നമുക്ക് വേണമല്ലോ. ഒരാൾ എന്റെയോ നിങ്ങളുടെയോ മുമ്പിൽ ഇതാ ദുനിയാവിന്റെ ഒരു ഭാഗം വെച്ച് നീട്ടുകയാണ്. നിങ്ങൾക്കത് വേണോ, നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോ നമ്മൾ പറയും അൽഹംദുലില്ലാ, കൊട്ടാരമോ വീടോ വാഹനമോ അതൊന്നും എനിക്ക് വേണ്ടാന്ന് ഞാനോ നിങ്ങളോ പറയില്ലല്ലോ. നഫീസത്തുൽ മിസ്രിയ പറഞ്ഞത്, എനിക്കിരിക്കാൻ, എനിക്കൊന്ന് കിടക്കാൻ ഒരാറടി മണ്ണ് മതിയല്ലോ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ ആ ഖബറിന്റെ ദിഗത്തിരുന്നിട്ട് ഓതാറുണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. മഹദിയായവരിങ്ങനെ സൂറത്തു തകാസുർ ഓതാനുള്ള കാരണം എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരാൾ സൂറത്തു തകാസുർ ഓതിയാൽ അല്ലാഹു അവന്റെ ഖബറിടം പ്രകാശിപ്പിക്കുകയാണ്. അവന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെയാണോ ഉമ്മയുടെയാണോ സഹോദരങ്ങളുടേതാണോ കൂട്ടുകാരുടേതാണോ ആരാണോ അവൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സൂറത്ത് ഓതിയിട്ട് സൂറത്തു തകാസുർ ഓതിയിട്ട് ആഗ്രഹിക്കുന്നവരാരാ? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ കൊണ്ട് പറ്റും, പക്ഷേ നമുക്കൊരു മടിയാണ്. നഫീസത്തുൽ മിസ്രി അങ്ങനെയല്ല. നൈലിന്റെ തീരത്ത് ഒന്ന് പോയി നഫീസയാ, കരുടക്കടലിന്റെ റഹ്മത്തിലായി ചൊരിഞ്ഞോരാ അഹദോനെ ഓർത്ത് നടന്നു പാരിൽ നഫീസയാ, മന്നാന്റെ മാറാലെ ജീവിച്ചുള്ള മഹദിയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ റബ്ബിനെ എപ്പോഴും ഓർക്കുമായിരുന്നല്ലോ. എന്തിനേറെ ഒരു സമുദ്രത്തിന്റെ തീരത്ത് കൂടെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള, ആര് കണ്ടാലും നോക്കിപ്പോകുന്ന സുന്ദരമായ മഞ്ഞ നിറത്തിലുള്ള ഒരു കിളി അവിടുന്ന് റബ്ബിന്റെ സമുദ്രത്തിൽ നിന്ന്, കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊത്തിയെടുക്കുന്നുണ്ട് ചുണ്ടത്ത്. ആ കൊത്തിയെടുക്കുന്ന വെള്ളം കൊണ്ട് വന്ന് വിശാലമായ മരുഭൂമിയിലിടുന്നുണ്ട്. മരുഭൂമിയിൽ നിന്ന് മണൽത്തരികളെ കൊത്തിയെടുത്തിട്ട് സമുദ്രത്തിലേക്ക് വന്ന് കൊണ്ടിടുകയാണ്. ഇത് കുറെ നേരം നഫീസ ഇങ്ങനെ നോക്കുകയാണ് റളിയല്ലാഹു അൻഹാ. കുറെ നേരം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നോക്കുകയാണ്. അവസാനം ആ കിളിയെ വിളിച്ചിട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണ് കിളിയോട് പറഞ്ഞതെന്നറിയുമോ? കിളിയേ, പൗർണമി കിളിയേ, കാണാനെന്ത് അഴകാണ്, മനസ്സുള്ള മീതെന്താണ് അറിയാതെ ചോദിച്ചു ഞാൻ കിളിയേ, നിന്റെ കഥ എന്താ, മനമെന്താ, വേദ എന്താ പറയുമോ അറിയാതെ ചോദിക്കുന്നു കിളിയേ, അറിയാതെ ചോദിക്കുന്നു കിളിയേ, കിളിയേ ഇതെന്താന്ന് പറയുമോ, മനസ്സിന്റെ വേദനയും മാറ്റാൻ എന്നും നിലാവു പോലറിയുന്ന അഹദോന്റെ കൽപ്പനകൾ അറിഞ്ഞിടയാണ് ഞാനേ. അവിടുന്ന് കിളിയോട് പറഞ്ഞു, കിളിയേ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ആര് കണ്ടാലും നിന്നെ നോക്കുമല്ലോ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്നൊരു കിളിയാണ്, നീ എന്തേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കിളി ആ സമയത്ത് പറഞ്ഞ മറുപടി അറിയോ?
എന്നുടെ നഫീസ ഞാൻ സമുദ്രത്തെ വറ്റിക്കാനേ എന്നുടെ ചുണ്ട് കൊണ്ട് നിറച്ചിടുന്നേ സമുദ്രത്തിൻ തുള്ളിക്കരയിൽ കൊണ്ടു ഞാനും ഇട്ടിടുവാനേ സമുദ്രത്തിൽ മണൽ തരികളും കൊണ്ടിടും നാനേ. ഉടൻ തന്നെ നഫീസ ബീവിയോട് പറഞ്ഞു, ഈ സമുദ്രത്തിലെ വെള്ളം ഞാൻ കൊത്തിയെടുത്ത് കരയിൽ ഇടുന്നുണ്ട്, അതുപോലെ കരയിലുള്ളതിനെ കൊത്തിയെടുത്ത് സമുദ്രത്തിലും ഇടുന്നുണ്ട്. എന്തിനാന്നറിയുമോ? നഫീസ ബീവി പറഞ്ഞു, ഇല്ല. ഉടൻ തന്നെ കിളി പറഞ്ഞു, നഫീസ, ഈ സമുദ്രത്തെ ഞാൻ അങ്ങ് വറ്റിക്കാൻ പോവുകയാണ് നഫീസ. ഒരു ചെറിയൊരു കിളി പറയാണ്, നഫീസ, ഞാന് ഈ സമുദ്രത്തിലെ ജലം ഞാൻ ഇങ്ങനെ കൊത്തിയെടുക്കുന്നത്, ഈ സമുദ്രത്തിൽ അതുപോലെ തന്നെ ഈ സമുദ്രത്തിലേക്ക് മണൽപ്പരപ്പിൽ കൊണ്ടിടുന്നതും ഈ ഉള്ള ചെറിയ ചെറിയ തരികൾ കൊണ്ടിടുന്നത് ഈ സമുദ്രത്തെ ഞാനൊന്ന് വറ്റിക്കാനാ. നഫീസ ബീവി ചോദിച്ചു, വല്ലാത്ത കഷ്ടം, നിന്നെ കാണാൻ നല്ല മൊഞ്ചും നല്ല അഴകും നല്ല രസമുണ്ട് നിന്നെ കാണാൻ, എന്നിട്ട് എന്തു മണ്ടത്തരോ നീ ചെയ്യുന്നത്. നമ്മളും ചില ആൾക്കാർ പറയില്ല, നല്ല അടിപൊളി വേഷം, അവനെ കണ്ട അവനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ കയ്യിലുള്ളത് മുഴുവനും പൊട്ടത്തരോ എന്ന് പറയാറില്ലേ? കണ്ട ഒരു കുഴപ്പമില്ല, അടിച്ചു പൊളിച്ചൊക്കെ നടക്കും, പക്ഷെ കയ്യിലുള്ളത് മുഴുവനും പൊട്ടത്തരാൻ എന്ന് പറയുന്നത് പോലെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാ, നിന്റെ ചുണ്ട് കൊണ്ട് വന്നിട്ട് ചുണ്ടിൽ പറ്റിയിരിക്കുന്ന വെള്ളം കൊണ്ടുവന്ന് ഈ കരയിലിട്ടാൽ കരയിലുള്ള ഈ ചെറിയ ചെറിയ മണൽപ്പരപ്പുകൾ നിന്റെ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ടുവന്ന് കൊത്തിയെടുത്തിട്ട് അത് സമുദ്രത്തിന്റെ നിരപ്പിലേക്കും അള്ളാഹുവിന്റെ സമുദ്രത്തിലേക്ക് കൊണ്ടിട്ടാൽ ഇത് വറ്റിപ്പോകും? ഇല്ലല്ലോ. അതുകൊണ്ട് നീ എന്താണ് കാണിക്കുന്നത് കളിയേ? നിനക്ക് ബുദ്ധിയില്ലേ? ഉടമ്പന്റെ കിളിയവിടം തിരിച്ചു ചോദിക്കാണ്, നഫീസ, ബുദ്ധിയില്ലാത്തത് എനിക്കല്ലല്ലോ, നിങ്ങൾക്കാണ് നഫീസ. എനിക്ക് ബുദ്ധിയില്ലാത്തത് നിങ്ങൾക്കാണ്. അപ്പൊ ചോദിച്ചു, അതെന്താണ്, എന്തുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തത്? ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, നഫീസ, നിങ്ങളല്ലേ ഈ സമുദ്രത്തിന്റെ തീരത്തുകൂടെ നിങ്ങൾ നടക്കുമ്പോൾ നഫീസ, അള്ളാന്റെ റഹ്മത്ത് എത്രയുണ്ടെന്ന് ചിന്തിച്ചു പോയത്, അള്ളാഹുവിന്റെ കാരുണ്യം എത്രയുണ്ടെന്ന് ചിന്തിച്ചു പോയത്. അതുകൊണ്ട് നഫീസ, റബ്ബിന്റെ കാരുണ്യം പറ്റൂല നഫീസ, അതിനെ തിട്ടപ്പെടുത്താൻ പറ്റൂല നഫീസ. നിങ്ങളാണ് ബുദ്ധിയില്ലാത്തത്. കാരണം അള്ളാന്റെ റഹ്മത്ത് എത്ര കൊടുത്താലും, കോടിക്കണക്കാന ആളുകൾക്ക് വാരിക്കൊടുത്താലും അതിന്റെ ബലമങ്ങ് കിട്ടുമല്ലോ നഫീസ, അതിന്റെ ബലമങ്ങ് കിട്ടുമല്ലോ നഫീസ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, അള്ളാഹു അറിയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് എന്ന് പറയുമ്പോഴെന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തല്ലേ? നഫീസ ബീവി അങ്ങനെ ചിന്തിച്ചപ്പോ അള്ളാഹ് വേറെ വഴി കൂടെ അറിയിപ്പിച്ചു കൊടുത്തു, ഇതൊന്നും കൊണ്ട് തീരൂല. സമുദ്രത്തിന്റെ വെള്ളം അതിങ്ങനെ കുത്തിയെടുത്തു കൊണ്ടുവന്ന് ഇടംപെടും പറഞ്ഞു, അതങ്ങനൊന്നും തീരുന്നതല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മൾ നിരാശ വെക്കരുത്. അള്ളാന്റെ റഹ്മത്ത് വിശാലമാണ്. ആ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി ഒരുങ്ങിയിട്ട് മുന്നോട്ട് വരണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചവരാണ്, അത്ഭുതങ്ങളുടെ കലവറകളിലൂടെ കടന്നുപോയവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ ഓതി നിങ്ങളൊക്കെ ദുആരക്കണേ. നിങ്ങൾ ദുആരക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم أنت السلام ومنك السلام وإليك يرجع السلام. حينا ربنا بالسلام وأدخلنا برحمتك دار السلام. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. സങ്കടങ്ങൾ കൊടുത്ത് പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന ഒരാളെയും നീ പാഴാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, വേദനകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നീ കൊടുത്തുകൊണ്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. വേജാറിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാ, ഈ മജ്ലിസിൽ ഓരോരുത്തരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞവരാണ്. നീ തട്ടല്ല റബ്ബേ. കമന്റിലൂടെയൊക്കെ തന്നെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ ബത്തല് നീട്ടുന്ന കരങ്ങളെ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ, നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ, നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാ. ആര് എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഖൽബിൽ നിയ്യത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ആഗ്രഹങ്ങളും തട്ടിക്കളയല്ല റബ്ബേ, ഒരാളുടെ വേദനകളും തട്ടല്ല റബ്ബേ, ഒരാളുടെ സങ്കടങ്ങളും നീ തട്ടല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്, മാറ്റണേ അല്ലാ. നമ്മുടെ കുരുന്നു മക്കളൊക്കെ എക്സാം എഴുതിയവരുണ്ട്, വിജയിച്ചവരുണ്ട്, എല്ലാവരിലും ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റിസൾട്ട് കിട്ടാൻ കാത്തിരിക്കുന്ന കുരുന്നു മക്കളെ വിജയിപ്പിക്കണേ അല്ലാ. ശരീരം വേദനിക്കുന്നവര്, തലവേദനിക്കുന്നവര്, സുഖമില്ലാന്ന് പറഞ്ഞവര്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാവരുടെ ജീവിതങ്ങളിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവർക്ക് പല മുറാദുകളുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ ആഗ്രഹങ്ങൾ ഏതെന്നാണോ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله.